ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നലെ എനിക്ക് ഒരു സ്ഥലം വരെ എമർജൻസി ആയിട്ട് പോകണമെന്നുണ്ടായിരുന്നു. കുറേ ദൂരത്താണ് കേട്ടോ. അപ്പം ഞാൻ മെട്രോ സ്റ്റേഷനിലാണ് പോയത്. ഇത് നമ്മുടെ ബാംഗ്ലൂർ മെട്രോ സ്റ്റേഷനാണ്. അപ്പം ഞാൻ ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറി. അപ്പോൾ ഓപ്പൺ ചെയ്ത് കേട്ടോ. അപ്പോൾ എനിക്കിത് അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം. കാരണം ഞാനിപ്പോൾ ഇത് കുറേ പ്രാവശ്യം റെഗുലർ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമായതുകൊണ്ട് എനിക്ക് എളുപ്പമാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നു ഞാൻ. കാരണം എനിക്ക് രാവിലെ പോകേണ്ടതായിരുന്നു, നടന്നില്ല. കുറച്ച് ലേറ്റായിപ്പോയി. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ലേറ്റായിപ്പോയി. അപ്പം ഞാൻ താഴോട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അധികം ആൾക്കാരൊന്നുമില്ല കേട്ടോ, ഉണ്ട്. എന്നാലും ഓരോരുത്തർ വരുന്നേ ഉള്ളൂ. ഒരു ഉച്ചയോട് കൂടിയ നല്ല തിരക്കായിരിക്കും. അപ്പം ഞാൻ പയ്യെ താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ എത്തി. ഇന്ന് എനിക്ക് അങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യണം കേട്ടോ. അപ്പോൾ എത്താറായി ഏകദേശം കേട്ടോ. അപ്പോൾ ഇവിടുന്ന് എനിക്ക് സ്ട്രെയിറ്റ് ഇങ്ങോട്ട് ലെഫ്റ്റ് സൈഡിലേക്കാണ് പോകേണ്ടത്. ഇത് കണ്ടോ. ഇനിയിപ്പോൾ ഇവിടുന്ന് താഴോട്ടേക്ക്, ഇവിടുന്ന് മുകളിലേക്ക് മെജസ്റ്റിക്കിലേക്ക് പോകാനുള്ളവരാണിത്. എനിക്ക് വേറെ സ്ഥലത്തേക്കാണ് പോകേണ്ടത്. അപ്പം ഞാൻ അവിടെ എത്തി. അപ്പോൾ എൻ്റെ മെട്രോ വരാൻ വേണ്ടി അധികം ആളൊന്നുമില്ല കേട്ടോ. ഫ്രൈഡേ, മൺഡേ, ട്യൂസ്ഡേക്കാണ് ഭയങ്കര റഷ്. ഞാൻ എന്താ പോയത് എനിക്ക് ഓർമ്മയില്ല. മിനിഞ്ഞാന്നല്ലേ. അപ്പോൾ ഞാൻ ഭയങ്കര ടയേർഡാണ്. നൈറ്റ് കഴിഞ്ഞ് പോയതല്ലേ. അപ്പം ഞാൻ മെട്രോയിൽ കയറി കേട്ടോ. എനിക്ക് ഇടയ്ക്ക് സീറ്റൊക്കെ ഉണ്ടായിരുന്നു. കാരണം മെട്രോയിൽ നിൽക്കുന്നതും ഇരിക്കുന്നതൊക്കെ ഒരുപോലെയാണല്ലോ. അപ്പോൾ അധികമൊന്നും വീഡിയോ എടുത്തില്ല. അധികമൊന്നും വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ചെന്ന പാടെ അപ്പോൾ ഞാൻ എത്തി കേട്ടോ. എത്ര പെട്ടെന്ന് എത്തി. നമുക്ക് മെട്രോയിലാകുമ്പോൾ ഭയങ്കര എളുപ്പമല്ലേ, പെട്ടെന്ന് എത്തിക്കുള്ളൂ. 2 hours പോകാനുള്ളത് 1 hour എത്തും. അപ്പം ഞാൻ താഴെ ടൗണിലേക്ക് പോവാണ്. എനിക്ക് അവിടെ ഒരു അർജൻറ്റായിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ട്, അവരെ കാണാനുണ്ട്. അപ്പോൾ ഒരു ഉച്ചയാകുന്നതിനിപ്പുറം ഞാൻ ചെല്ലണം. ഏകദേശം ഒരു 11:30 ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു മണിക്കുള്ളിൽ എനിക്ക് അവിടെ എത്തണം കേട്ടോ. അപ്പോൾ എൻ്റെ മുമ്പിൽ ഒരാളുണ്ട്. അവിടെ പുറകിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞ സ്ഥലത്തെത്തി. അവിടെ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പം ഞാൻ പുറത്തേക്ക് പോവാണ്. ഇതാണ് നമ്മുടെ ബാംഗ്ലൂർ മെട്രോ സ്റ്റേഷൻ. നമ്മുടെ വിധാനസൗധ കണ്ടോ, ഓപ്പണായി വന്നു. അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം നോക്കുമോ ഞാൻ. ഇങ്ങോട്ടാ. ലിഫ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ഇറങ്ങി നടന്നു പോവാട്ടോ. ഇതുണ്ട് എൻ്റെ മോക്കിരിക്കുന്നത്. ഞാനിപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നേ ഉള്ളൂ കേട്ടോ. ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഇന്നെനിക്ക് ലീവാണേ. അപ്പം ഞാൻ വിചാരിച്ചെന്നവനെ കുറേ നാളായാലും ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ട് എൻ്റെ തലയൊക്കെ ചുമ്മാ ഇങ്ങനെ കെട്ടിയതേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും സുഖമല്ലേ. അപ്പോൾ ഇന്നെനിക്ക് കുറച്ച് വീട്ടിൽ പണി, എവിടെയും പോകുന്നില്ല. ഇന്ന് വൈകുന്നേരം ഒന്ന് പുറത്തിറങ്ങണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്ന് കുറച്ച് വാഷിംഗ് ഉണ്ട്, വീട് ക്ലീനിങ് ഉണ്ട്. പിന്നെ എന്താ, വേറൊന്നും വരുമൊന്നുമില്ല. ബ്രേക്ക്ഫാസ്റ്റ് ഇനി കഴിച്ചില്ല. അന്ന് ചപ്പാത്തി മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എന്നെ നല്ല വെയിലാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ അത്രയും വെയിലൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ മഴയല്ലേ. ഇവിടെ ഏതോ ഒരു പ്ലേസിൽ കുറച്ചിങ്ങനെ മഴ പെയ്തു, അത്രേ ഉള്ളൂ. അപ്പം ഞാൻ വീടിൻ്റെ അകത്ത് പോട്ടെ. അകത്ത് പോയിട്ട്
ബാക്കി വീഡിയോ എടുക്കാം കേട്ടോ. ഭയങ്കര വെയിലാണ്. ഇതുകൊണ്ട് എൻ്റെ മുട്ട ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുവാണ്. ഇന്നലത്തെ സാമ്പാർ ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലത്തെ. എന്നാൽ ഇന്ന് മുട്ട കൂട്ടാമെന്ന് വിചാരിച്ചു. പിന്നെ എന്താ ഉള്ള ചപ്പാത്തി ഉണ്ടാക്കണം. അപ്പോൾ ഇത് കണ്ടോ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടി ഉണ്ടാക്കുവാണ്. ഞാൻ ആദ്യം വിചാരിച്ചെന്നറിയോ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ചപ്പാത്തിൻ്റെ കുഴച്ച് പരത്തി വരുമ്പോഴത്തേക്ക് ഒരു സമയമാവും. അപ്പം ഞാൻ അറിയോ ആട്ടാദോശയില്ല, നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന ആട്ടാദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ കൂടെ കുറച്ച് റവ ഉണ്ട്. അപ്പം മുട്ടയും ഒക്കെ കൂട്ടി കഴിക്കാമല്ലോ. പൊട്ടില്ല, മോൻ കടിയതുകൊണ്ട് പൊട്ടുപോയി. അപ്പം കല്ല് നല്ലപോലെ ചൂടായി വരുന്നുണ്ട്. നമുക്ക് ദോശ ഉണ്ടാക്കാം കേട്ടോ. സിമ്പിൾ ദോശ. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണേ. കുഞ്ഞു കുഞ്ഞാക്കി ഉണ്ടാക്കാം. ഇതുണ്ട്. നമ്മൾ ഈ നോൺ സ്റ്റിക്കിൽ എണ്ണ ഒഴിച്ചുകൊണ്ടല്ലോ അതിങ്ങനെ വരില്ല. ഷേപ്പായോ? ഇത് വേറെ ഏതുണ്ടൊക്കെ ഷേപ്പായിട്ടുണ്ട്. ഷേപ്പിലൊന്നും കാര്യമില്ലല്ലോ. ഒരു കുഴപ്പമില്ല. അപ്പം നമ്മുടെ ആട്ടദോശ മുതൽ കുറച്ച് എണ്ണ അങ്ങ് ആക്കി കൊടുക്കാം കേട്ടോ. ഈ ദോശയ്ക്ക് മാത്രം എണ്ണ ഉണ്ടെങ്കിൽ ടേസ്റ്റ് ഉള്ളൂ, ഇല്ലെങ്കിൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാകത്തില്ല. അത് എണ്ണ കഴിക്കാത്ത ഞാനാണ്, എന്ത് ചെയ്യാൻ പറ്റും. മറിച്ചിടാറായ നോക്കട്ടെ. ആയിട്ടുണ്ട് ഏകദേശം. ആയി. ഇങ്ങോട്ട് വരുമ്പോൾ അങ്ങോട്ട് പോകുന്നു. ഇവിടെ ഇരിക്കും ദോശ. ശരിയായി. അപ്പം എൻ്റെ ആട്ടദോശ വെന്തു. ഇതിങ്ങോട്ട് മാറട്ടെ. ഇനി അടുത്ത് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ഇത് കണ്ടോ, രണ്ടാമത്തെ ദോശ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ 2 ദോശ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. ഇത് കണ്ടോ, ഞാനുണ്ടല്ലോ മുട്ടയുണ്ടല്ലോ, ഉള്ളി തക്കാളി പിന്നെന്താ ഒന്നും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ഇടുന്നില്ല. വെറുതെ കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല ഇട്ട് ഇളക്കിയിട്ട് അതിനകത്ത് മുട്ട ഇട്ടങ്ങ് ഇളക്കിയെടുക്കും. സാമ്പാർ ഉണ്ടല്ലോ അതുകൊണ്ട് അങ്ങനെ മതി. അപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ടേ. പിന്നല്ലോ മുഴുവൻ കരിഞ്ഞു പോകും, പിന്നെ ഒന്നിനും കൊള്ളൂല. ഇത് കണ്ടോ, ഇച്ചിരി ചിക്കൻ മസാല ഇത്ര മതി. ഇനി വേറൊരു ഐഡിയയും കൂടി ഇടുന്നുണ്ടേ. കുറച്ച് ഗീയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. അത് കുറച്ച് അത്ര മതി നമുക്ക്. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇനി കുറച്ച് ഉപ്പിടണം. ഇവിടെ ഇരിക്കട്ടെ. അതേ ഉപ്പ് വേണ്ട, മുട്ടയ്ക്ക് ഉപ്പോഴും പെട്ടെന്ന് മുട്ടയ്ക്ക് ഉപ്പ് പിടിക്കൂലേ. നമ്മുടെ മുട്ടേനെ അങ്ങിടാം കേട്ടോ. അപ്പം ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിരിക്കുക, ഓൺ ചെയ്യട്ടെ. ഞാൻ കുറച്ച് ഗീ ഇട്ടത് കേട്ടോ. ഇതുണ്ടോ, ഇതൊരു നല്ലപോലെ കുറച്ച് ഫ്രൈ ആണ്, നല്ല ടേസ്റ്റാണ്. പിന്നെ ഉണ്ടല്ലോ, എനിക്ക് വീട്ടിലൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ എനിക്ക് അങ്ങനെ ഇങ്ങനെ കഴിക്കുന്നൊന്നുമില്ല. സിമ്പിളായിട്ട് എന്തെങ്കിലും കഴിച്ചാൽ മതി. പക്ഷെ പുറത്ത് പോകുമ്പോൾ എനിക്ക് എന്തെങ്കിലും സ്പെഷ്യൽ വേണം. അതായത് ഭയങ്കര നിർബന്ധമാണ് എനിക്ക്. ആയി വരട്ടെ. കണ്ണാമേ ഉറക്കം വരുന്നുണ്ട്. ഇന്ന് നല്ലപോലെ കിടന്നുറങ്ങണം, പോകണ്ടല്ലോ ഇന്ന്. അപ്പം ഇത് കണ്ടോ, എൻ്റെ ആട്ടദോശയും ഇന്നലത്തെ സാമ്പാറും മുട്ടയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് കഴിക്കാം കേട്ടോ. നല്ലപോലെ വിശക്കുന്നുണ്ട്, കഴിക്കട്ടെ. അപ്പം ദോശ കഴിക്കട്ടെ. അടുക്കള ഭയങ്കര ഡാർക്കായിരുന്നല്ലേ. അതെന്താണോ എനിക്ക് വേലൊന്നും വെയിൽ വരുന്നുണ്ടോയെന്ന് തോന്നുന്നു. അപ്പോൾ കട്ടൻ ചായ വെക്കട്ടെ കേട്ടോ. അപ്പോൾ കട്ടൻ ചായ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുവാണ്. അത് പിന്നെ ചായ കുടിച്ചിട്ട് വേണം എനിക്ക് കുറച്ച് തുണിയൊക്കെ വാഷിംഗ് ഉണ്ട്. പിന്നെ ഒന്നുമില്ല, കുറച്ച് സമയം കിടക്കും. കിടന്നാലും ഉറക്കമൊന്നും വരത്തില്ലെന്ന്. എനിക്ക് ചുമ്മാ മൊബൈൽ നോക്കി കിടക്കും. ഉറക്കം വരാൻ എന്ത് ചെയ്യുന്നത് ഞാൻ ആലോചിക്കുന്നത്. രാത്രി മാത്രം നല്ലപോലെ ഉറങ്ങും. കുറ്റം പറഞ്ഞില്ലേ, 12 മണി അല്ലെങ്കിൽ മാക്സിമം 11 മണി വരെ മൊബൈലൊക്കെ കണ്ടിട്ട് കിടന്നിട്ട് രാവിലെ കറക്റ്റ് 4-5 മണിയാകുമ്പോൾ എണീക്കും. അല്ലെങ്കിൽ പിന്നെ എനിക്കൊരു 1 അവർ ഉറങ്ങിയാൽ മതി, പകല് എല്ലാം കംപ്ലീറ്റ് ആവും. ചായ ആയിട്ടുണ്ട്. പെട്ടെന്നാകുന്നുണ്ട്. ചായപ്പൊടി ഇട്ടെ. മധുരമില്ലാത്ത ചായപ്പൊടി മധുരമില്ലാത്ത ചായയാണേ. അപ്പോഴേ കട്ടൻ ചായ റെഡി ആയിട്ടുണ്ട്. ഇതുണ്ടോ, സ്റ്റീൽ ഗ്ലാസ്സിലായതുകൊണ്ട് ഇതുണ്ടോ കാണാൻ പറ്റും. നല്ല ചൂടാണേ. മധുരമില്ലാത്തതുകൊണ്ട്. അപ്പം എൻ്റെ ദോശയും സാമ്പാറും മുട്ടയും ഇതുണ്ടോ. നമ്മുടെ കുക്കാച്ചിക്ക് ബേക്കപ്പാ ബാ ദോശ ബാ. അവൾക്ക് വേണ്ടതെന്നറിയോ, ഭയങ്കര ചൂടാണേ. അതുകൊണ്ട് അവൾ എവിടെ കിടക്കണം എങ്ങോട്ട് കിടക്കണം എന്നറിയില്ല. നമ്മുടെ നാട്ടിലൊക്കെ മരങ്ങളൊക്കെ ഉണ്ട്, അതിന് ചോട്ടിൽ പോയി കിടക്കൂല. ഇവിടെ അതില്ലല്ലോ. സാമ്പാറിലാണ് തന്നെ. എനിക്ക് സാമ്പാർ വലിയ ഇഷ്ടമൊന്നും ഉള്ള കാര്യമില്ല. നമ്മുടെ നാട്ടിലെ സാമ്പാറാണ്. നമ്മുടെ ഇവിടെ കർണാടകത്തിലുണ്ടല്ലോ, ഈ ദോശയും ചപ്പാത്തി തിരുമ്പോൾ സാമ്പാർ വേണ്ട, അവർക്ക് തോരനുണ്ടെങ്കിൽ മതി. എന്തെങ്കിലും തോരൻ അല്ലെങ്കിൽ ചമ്മന്തി, വെള്ളമില്ലാതെ ചമ്മന്തി. അപ്പോൾ നല്ല ടേസ്റ്റാണ്. മുട്ട അതിൻ്റെ ഗ്രേവി കപ്പ തിന്നു.
ഇത് കണ്ടോ ഗ്രേവി കൊണ്ട്. അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം.